വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിക്കുക എന്നുള്ളത് ഇപ്പോ ഫിനാൻസ് ബില്ലിലൂടെ സംസ്ഥാനത്തെ നിയമത്തിന്റെ ഭാഗമായി. അതിനുശേഷമാണ് പറയുന്നത് UDF തീരുമാനിക്കുമെന്നുള്ളതാണ്. എന്നാൽ നിയമം പാസാക്കി കഴിഞ്ഞാൽ ഇനി ആ വ്യവസ്ഥ മാറണമെങ്കിൽ മറ്റൊരു നിയമം കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. പാർലമെന്റിനകത്ത് ബില്ലുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടുന്നില്ല എന്ന വിമർശനം തുടർച്ചയായി പ്രതിപക്ഷം ഉയർത്തുമ്പോൾ അതിനെ ശക്തമായി മുൻപിൽ നിന്ന് നയിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. കോൺഗ്രസിനും അതേ അഭിപ്രായം തന്നെയാണ് പാർലമെന്റിനെ സംബന്ധിച്ചുള്ളത്. ബില്ലുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കുമില്ല, ജനാധിപത്യ വിരുദ്ധമായി പാസാക്കുന്നു എന്ന് മോഡി ഭരണത്തെ വിമർശിക്കുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കേരളത്തിൽ ഇതുവരെ കാണാത്ത രൂപത്തിൽ ഫിനാൻസ് ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ഏകപക്ഷീയമായി ഈ ഭൂരിപക്ഷത്തെ ഉപയോഗിച്ച് പാസാക്കിയെടുക്കുന്ന കാഴ്ചയ്ക്കാണ് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. ഇനി അത് മാറ്റണമെങ്കിൽ വീണ്ടും നിയമസഭയിൽ ബില്ല് വരണം. യഥാർത്ഥത്തിൽ ഇവർ പറയുന്നത് UDF തീരുമാനിച്ചാൽ വിൽക്കണമല്ലോ, അപ്പൊ അതിന് നികുതി വേണമല്ലോ. ഇപ്പൊ വിൽക്കുന്നതിന് യഥാർത്ഥത്തിൽ നികുതിയുണ്ട്, 251% നികുതിയുണ്ട്. ആ നികുതി അനുസരിച്ച് അവർക്ക് വിൽക്കുന്നതിന് തടസ്സമില്ല. അതിന് പ്രത്യേകമായിട്ടുള്ള ബീവറേജ് കോർപ്പറേഷൻ വഴി വിൽക്കണമെങ്കിൽ അനുമതിയുടെ മാത്രം പ്രശ്നമേ ഉള്ളൂ. ഇനി UDF തീരുമാനിക്കുമ്പോൾ വിൽക്കണമെങ്കിൽ ഗവൺമെന്റിന് ഒന്നുകിൽ നിയമസഭയ്ക്കകത്ത് അപ്പോ ഒരു ബില്ല് കൊണ്ടുവരാം, അല്ല അതിവേഗതയിൽ UDF തീരുമാനിച്ചാൽ വിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഓർഡിനൻസ് ഇറക്കിയാൽ മതി. ആ സന്ദർഭത്തിൽ അപ്പൊ ഫിനാൻസ് ബില്ലിനകത്തു നിന്ന് ഈ പുതിയ നികുതി വ്യവസ്ഥ കൊണ്ടുവരുന്നത് പിൻവാങ്ങാൻ പറ്റാത്ത രൂപത്തിലുള്ള എന്തോ ഒരു കമ്മിറ്റ്മെന്റ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായി എന്നതിന്റെ ഭാഗമായിട്ടാണ്. അദ്ദേഹമാണ് നേരത്തെ വ്യക്തമാക്കിയത്, ഖജനാവിലേക്ക് പോകേണ്ട നികുതിപ്പണമാണ് വലിയ ഡിസ്റ്റലറികളിലേക്ക് മാറ്റാൻ പോകുന്നത്. അത് വലിയ അഴിമതിക്ക് കളമൊരുക്കുന്നു, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞോളൂ എന്ന് പരസ്യമായി പറഞ്ഞയാൾ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോ ഖജനാവിലേക്ക് വരേണ്ട പണം ഡിസ്റ്റലറികൾക്ക് നൽകുന്ന നികുതി നിർദ്ദേശം എല്ലാ മാനദണ്ഡങ്ങളും ഒഴിവാക്കിക്കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടും ഈ 1.5 മാസത്തിനുള്ളിൽ ഗൗരവമായ അഴിമതിയുടെ ഭാഗമാണ്. മൂന്നാമത്തെ ശ്രീ KC വേണുഗോപാൽ സംശയിക്കുന്നത് BJPയുടെ ഭരണമാണോ എന്ന് സംശയിക്കുന്ന ഒരു കാരണം അദ്ദേഹത്തിന് കൂടി വളരെ അടുപ്പമുള്ള KPCC സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനത്തെ സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഗവൺമെന്റിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിക്കാം, അത് അതിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് തീരുമാനമെടുക്കാം. പക്ഷെ അങ്ങനെ നിയമിക്കുന്ന ഒരാളെ സംബന്ധിച്ച് KPCC സെക്രട്ടറി തന്നെ അതീവ ഗൗരവമായ ഒരു പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നു. ഒരു സംഘി താല്പര്യം അതിനകത്തുണ്ട് എന്ന് കോൺഗ്രസിന്റെ തന്നെ മേധാവ് പരസ്യമായി പറയുന്നു. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു ഭാഗം, നിലവിൽ രാജ്യത്ത് ഉള്ള ഡീലിമിറ്റേഷൻ നിയമപ്രകാരം നിയമസഭാ മണ്ഡലങ്ങളുടെയും പാർലമെന്റ് മണ്ഡലങ്ങളുടെയും പുനഃസംഘടനയ്ക്ക് വേണ്ടിയുള്ള കമ്മീഷനിൽ നിയമപ്രകാരമുള്ള എക്സ് ഒഫീഷ്യോ അംഗം സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേരളത്തിൽ കഴിഞ്ഞ തവണ നിയമസഭാ മണ്ഡലങ്ങൾ പുനഃസംഘടിപ്പിച്ച ഘട്ടത്തിൽ അന്നത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ശ്രീ മോഹൻദാസ് ആ ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ അംഗമായിരുന്നു. സംസ്ഥാനത്തിന്റെ ഏക പ്രതിനിധിയുമുള്ളത് ഈ എക്സ് ഒഫീഷ്യോ മെമ്പറായിക്കൊണ്ടുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമാണ്. അപ്പൊ അത്രമാത്രം ഗൗരവമുള്ള, ഇപ്പോ സെൻസസ് കഴിയുന്നു, ഡീലിമിറ്റേഷൻ ബില്ല് പാർലമെന്റിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു, ഡീലിമിറ്റേഷനിലേക്ക് പോകുമെന്ന് BJP പറയുന്നു. ആ ഡീലിമിറ്റേഷൻ നിശ്ചയിക്കുന്ന കമ്മീഷനിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഒരു പ്രതിനിധിയായി അതാത് സംസ്ഥാനങ്ങളെ കുറിച്ച് തീരുമാനിക്കുമ്പോൾ എക്സ് ഒഫീഷ്യോ അംഗമായിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുമ്പോൾ ഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു സംഘീയ ബന്ധം ആക്ഷേപിക്കുന്നു.